B.Ed ജോയിൻ ചെയ്ത ഉടനെ തന്നെ നമ്മൾ B.Edൽ ഫോക്കസ് ചെയ്യുന്നതിൽ അതോടുകൂടെ തന്നെ പ്രധാനമായിട്ടും ഈ JRFൻ്റെ ആസ്പെക്റ്റ് അറബിക്കിൽ JRF നേടുക എന്നുള്ളതും അറബിക്കിൻ്റെ ലിറ്ററേച്ചർ പഠിക്കുക എന്നുള്ളതൊരു താല്പര്യമായി കൂടെ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ BA അറബിക്ക് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ലിറ്ററേച്ചർ നേടിയെടുക്കുക എന്നുള്ളത് കുറച്ച് ടഫാണ്. ഈ രണ്ട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന ഒരാളാണ് അസ്ലം. അതായത് ഡിഗ്രി അറബി പഠിച്ചിട്ടില്ല, PG ഞാൻ മനസ്സിലാക്കുന്നത് ഡിസ്റ്റന്റ് ആയിട്ടായിരുന്നു, PG ഡിസ്റ്റന്റ് ആയിട്ടായിരുന്നു. ഇത് രണ്ടുമാണ് ഇന്നത്തെ കുട്ടികളെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ആയിട്ട് ഒരു അറബിക് സ്പെസിഫിക് ആയിട്ട് തന്നെ പോകാം, നമുക്ക് അറബിക് സ്റ്റുഡൻസ് പോകുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു 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 ഇത് നടക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് നടക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ ഇനി പ്രസക്തി ഇല്ല, അസ്ലം അത് നടത്തി കാണിച്ചു കൊടുത്തു. പക്ഷെ എങ്ങനെയാണ് ആ ചലഞ്ച് ബേസിക്കലി അസ്ലം വർക്കൗട്ട് ചെയ്തത്? അത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ അസ്ലം കോമ്പീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ സ്റ്റുഡൻസ് കോമ്പീറ്റ് ചെയ്യേണ്ടത് ഡിഗ്രിയും PGയും ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച ആളുകൾ കൂടിയായിട്ടാണ്. ദിസ് ഈസ് എ പാൻ ഇന്ത്യൻ എക്സാം. എങ്ങനെയാണ് ആ ഒരു ചലഞ്ച് ഓവർകം ചെയ്യുന്നത്? നമ്മളുടെ ലക്ഷ്യങ്ങൾ ആദ്യം അവരുടെ മുമ്പിൽ ക്ലിയർ ആക്കി കൊടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ കൂടെയുള്ളവരൊരു പ്രധാനപ്പെട്ട ഒരു ഇതാണല്ലോ, ഘടകമാണ് നമ്മുടെ വിജയത്തിലൊക്കെ. നമ്മൾ അവരുടെ മുമ്പിൽ ലക്ഷ്യങ്ങൾ ക്ലിയർ ആക്കി കൊടുക്കുക. ഇവരൊക്കെ ഞാൻ B.Edന് പുറത്ത് പോയിരിക്കുകയാണ്, അവർക്കറിയാം ഞാൻ B.Ed ആണ് ചെയ്യുന്നത്. പക്ഷെ അവർ വിളിക്കുമ്പോൾ ചോദിക്കും എന്താ ഈ JRF എടുക്കണ്ടേ? ഈ ഇടക്കിടക്കുള്ള ചോദ്യങ്ങൾ മതി, നമുക്ക് ചില ചോദ്യങ്ങൾ കിട്ടിയാൽ മതി. ഇടക്കിടക്ക് നമ്മുടെ മൈൻഡിന് ഒരു ചോദ്യങ്ങൾ കിട്ടിയാൽ മതി. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ.